ഈ KPCC പുനഃസംഘടനയാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ അവ്യവസ്ഥിതി കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഇത്തരം വരെ സതീശൻ വളരെ വൃത്തിക്ക് കൊണ്ടുപോയി. സതീശൻ മനോഹരമായിട്ട് കൊണ്ടുപോയി. മറ്റ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടി. സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ഡബിൾ എഞ്ചിനായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. പക്ഷെ സംഭവിച്ചതല്ല. ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അതിൻ്റെ പുറത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുന്നത്. ആ മാങ്കൂട്ടത്തിനെ ഇവർ കൈകാര്യം ചെയ്യുന്നതിന് വിജയിച്ചുവെങ്കിലും ആ കൃത്യസമയത്ത് ഈ ഷാഫി പറമ്പലിന് രാഹുൽ മാങ്കൂട്ടത്തിന് KC വേണുഗോപാൽ വലിയ പിന്തുണ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കുതിച്ചു കയറ്റം, ഒരു മുന്നേറ്റം തടയപ്പെട്ടു. ഇതാണ് പറ്റിയത്. അത് വലിയൊരു വിഷയമായിട്ട് മാറി. അത് ഇപ്പോൾ ഷാഫിയും KC വേണുഗോപാലും ചേർന്ന ഒരു 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 ദൂഷിത കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഈ KPCC മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു സ്റ്റംബിളിംഗ് ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിന് പുറത്താണ് ഈ മാതിരി ആശയക്കുഴപ്പം. ഇപ്പോൾ ബീഹാറിൻ്റെ തിരിച്ചടി എന്ന് വെച്ചാൽ കോൺഗ്രസിന് വലിയൊരു മൊറയിൽ നഷ്ടപ്പെടുത്തിയ സംഭവമാണ്. രാഹുൽ ഗാന്ധി ഇത്രയും പാടകപ്പെട്ടിട്ടും വോട്ടർ അധികാര യാത്ര നടത്തിയിട്ടും അത് കഴിഞ്ഞ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിട്ടും ഉണ്ടായിരുന്ന സീറ്റ് പോകുകയല്ലാതെ ഒരു സീറ്റ് കൂടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലൊരു നൈരാശ്യം ഉണ്ടാക്കുമല്ലോ. അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാക്കും. കേരളത്തെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് കൂടുതലായിട്ടുണ്ടാവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പിന്നെ വേറൊരു ഘടകമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തീവ്ര ഹിന്ദു വികാരം അഥവാ തീവ്ര ദേശീയ വികാരം ഉണ്ടല്ലോ. അത് കോൺഗ്രസിനും അത് ഇവിടെ കേരളത്തിലും ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് വേറൊരു തരത്തിൽ കൂടി ബാധിക്കും. കാരണം കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് ഇവിടെ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഗോവിന്ദൻ മാഷാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആഞ്ഞടിച്ച് പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി വരാൻ പോകുന്നു, കേരളത്തിൽ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല 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 എന്നുള്ളതാണ്. ഓക്കെ. ആ ഇതിനുള്ള ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ബീഹാറിൽ കിട്ടിയിട്ടുള്ളത്. അവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വോട്ടർ അധികാര യാത്ര നടത്തിയതും ഈ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഗതികൾ കൊടുത്തു. അതൊക്കെ ഇവിടെ പ്രത്യക്ഷത്തിൽ ദോഷം ഉണ്ടാക്കുമല്ലോ. അത് ദോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് നിൽക്കണം. BJPയിൽ നിന്നല്ല കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്നത്. BJP ഒരു മൈനർ പ്ലെയറാണ് കേരളത്തിൽ. BJPക്ക് വലിയ സിഗ്നിഫിക്കൻസ്, വലിയ റെലവൻസ് ഒന്നുമില്ല. BJPക്ക് വോട്ട് കിട്ടില്ല എന്നല്ല പറഞ്ഞാൽ അവർ നില കുറച്ച് മെച്ചപ്പെടുത്തും. പക്ഷെ അതിലുപരി ഈ BJP ചിന്താഗതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. BJPയുടെ വോട്ടല്ല, BJP പാർട്ടിയല്ല, ഹിന്ദുത്വ ചിന്താഗതി. ആ ചിന്താഗതി ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും വ്യാപകമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ LDF ആയിരിക്കും, BJP അല്ല. BJPക്ക് അതിൽ ചെറിയൊരു ഭാഗമേ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ മേജർ ചങ്ക് കിട്ടാൻ പോകുന്നത് ഈ ചിന്താഗതി LDFിൻ്റെ ആയിരിക്കും ഗുണം ചെയ്യുക. LDFിൻ്റെ ഒരു കോർ വോട്ട് ബേസ് പോവുകയില്ല, അത് അവിടെ തന്നെ നിൽക്കും.